പേഷ്യൻസും അലർജി ഉള്ള പേഷ്യൻസ് എപ്പോഴും അതായത് അലർജിയുടെ ടാബ്ലറ്റ്സ് ആയിട്ടുള്ള മോണ്ടിലൂക്കാസ്, ലിവോസിട്രിസിൻ അങ്ങനെ ഗ്രൂപ്പിൽ വരുന്ന മെഡിസിൻസ് അതായത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ കാലങ്ങളായിട്ട് അവർ മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടായിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ് സ്വയമായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആയിരിക്കും. അപ്പോൾ അലർജി ഉള്ള പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർ തന്നെ അതായത് പേഷ്യൻസ് തന്നെ അതായത് മാക്സിമം നോക്കണം. അപ്പോൾ ഏത് ദിവസമാണ് നിങ്ങൾക്ക് അലർജി സിംറ്റംസ് കൂടുതലായിട്ട് വന്നത് അന്ന് പ്രത്യേകമായിട്ട് അതായത് എന്തെങ്കിലും അതായത് പൊടിയുമായിട്ട് നിങ്ങൾക്ക് എക്സ്പോഷർ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക ആഹാരം കഴിച്ചപ്പോഴാണോ നിങ്ങൾക്ക് സ്കിന്നിലെ ചൊറിച്ചിലും അലർജി അല്ലെങ്കിൽ റെഡ്നെസ് ഒക്കെ വന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ അത് നിങ്ങൾ തനിയെ നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ അലർജിയുടെ ഒരു ട്രീറ്റ്മെന്റ് ആവുന്നില്ല, അലർജിയുടെ മെഡിസിൻസ് കഴിക്കുന്നത് അലർജിയുടെ ഒരു ട്രീറ്റ്മെന്റ് ആവുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഒരു പൾമണോളജിസ്റ്റിനെ കണ്ടിട്ട് അലർജി ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതായത് ഒരു പേഷ്യൻസിന് അലർജി കോസ് ചെയ്യുന്ന ഏതൊക്കെ വസ്തുക്കളാണ് അലർജി കോസ് ചെയ്യുന്നത് നോക്കാനാണ് നമ്മൾ അലർജി ടെസ്റ്റുകൾ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ടെസ്റ്റ് ആണ്, അതായത് സിറം IgE എന്ന്